A warm good morning to one and all. Welcome you all to another session of GetNet TDP program on commercial law. And today we are going to deal with the topic limited liability partnership. And the session is going to led by Sir BINU KR, Chief Manager Law, Union Bank of India, Mumbai. So without much delay, we move on to the session. For that I invite BINU sir, and to all a pleasant session ahead. Over to you, sir. Good morning to all. Last time we have discussed about the Indian Partnership Act. So what is the concept of partnership and how a partnership should be function? What are the roles and rights of the and liabilities of the partner? This aspect has been already been discussed in that Indian Partnership Act. Now we are going to discussing the LLP, Limited Liability Partnership, for which that one PPT presentation is there. So you can concentrate on there, so that I will switch off my camera and audio, so that you can concentrate on that. Is it okay now to all? Yes, sir. Hello. Visible on. Okay. Yes, sir. Sir, audio off ആണ്. ഇപ്പോൾ കേൾക്കാമല്ലോ? Yes, sir. ഇപ്പോൾ കേൾക്കാം. ഓക്കെ, ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ പാർട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ബട്ട് സർട്ടൻ nature and certain object has been created in limited liability partnership to avoid the lacuna there in the Indian Partnership Act. അപ്പോൾ പാർട്ണർഷിപ്പ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു മെയിൻ പോയിന്റ് തന്നെയാണ്. രണ്ടിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ ബിസിനസിന്റെ പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യാൻ, അത് എങ്ങനെയായിരിക്കണം ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഈ പാർട്ണർഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം. ഇൻ ഓർഡർ ടു ഷെയർ ദി പ്രോഫിറ്റ് from a business by one or more, two or more persons, by all or by one individual for and behalf of all. This is the concept of the partnership. Now we are coming to the limited liability partnership. Limited liability partnership is a hybrid of Companies Act and Indian Partnership Act. So ഒരു ഹൈബ്രിഡ്, അതായത് കുറച്ചും കൂടെ ഒരു മോഡേൺ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അന്നത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ബിറ്റ്വീൻ ദ പാർട്ണർ എങ്ങനെയായിരിക്കും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കാം രജിസ്ട്രേഷന്റെ ആസ്പെക്ട് ഇല്ലാത്ത കേസ് കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്തത്. പാർട്ണർഷിപ്പ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് നോൺ രജിസ്റ്റേർഡ്. അപ്പം രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ എന്താണ് പ്രോബ്ലംസ്, രജിസ്റ്റർ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്, ഇതെല്ലാം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ തന്നെ വേർഡ് യൂസ് ദിസ് ലിമിറ്റഡ് ലയബിലിറ്റി. അവിടെ തന്നെ ആ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ആക്ടിന്റെ അതിനകത്ത് പറയുന്നത് പോലെ ജോയിന്റ്ലി ആൻഡ് സെവറലി ലയബിൾ ബൈ ദി പാർട്ണേഴ്സ് ദാറ്റ് ഹാസ് ബീൻ റെസ്ട്രിക്റ്റഡ് ബൈ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ദി പാർട്ണേഴ്സ്. സോ അതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഒരു പർട്ടിക്കുലർ കമ്പനി, ഇപ്പം ഹൈബ്രിഡ് എന്ന് പറയുന്നത് വേർഡ് ഉപയോഗിച്ചതുകൊണ്ട്, കമ്പനീസ് ആക്ടിന്റെയും പാർട്ണർഷിപ്പ് ആക്ടിന്റെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചതുകൊണ്ട് ഐ വിൽ കം ടു ദി കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി. സോ ഡയറക്ടേഴ്സ് ആർ ദി മെയിൻ പേഴ്സൺ ബിഹൈൻഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി, ബട്ട് they are not personally liable for the activities of the company because company itself is a separate legal entity. Same way here they have introduced the concept of company, the concept of the company into the
partnership as a corporation, and partners are like a directors of the company. Same way here in limited liability, partners are the main person behind the activities of the limited liability partnership, which is a separate legal entity, and common seal and perpetual succession, all these characters are there. But further development in respect of the Companies Act, company ആക്ടിവിറ്റീസ്, അതായത് കമ്പനിക്ക് അകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കമ്പനിക്ക് അകത്ത് ഫ്രോഡ് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഹു ആർ ദി പേഴ്സൺസ് ബിഹൈൻഡ് ദാറ്റ് കമ്പനി. സിൻസ് കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി, always company will be liable, like that the concept is there. But subsequently the Companies Act has been amended to safeguard the interests of the normal shareholders, contributor who are not directly related to the company as directors. So to safeguard their interests, they came with some restriction for the directors. They can't simply act for on behalf of the company and do anything whatever they want, any fraud or anything. So for rectifying that area, company also come with the so Companies Act also amended from time to time up to 2013. What are the rights and liabilities of the directors and what extent they are liable? All these things has been clearly clarified in the Companies Act 2013. Likewise here, why I am saying that point here, likewise here in LLP also they have come out with the word limited liability partnership. The same way what we are discussing now is the company is there, limited liability partnership also is like a company, but how it should be functioned and who to be functioned and what is their rights and liability towards the company and how far they will be liable towards the company and what will be their what will be the offense if they are committed any fraud while doing any particular exercise for and behalf of the limited liability partnership. So this is the main thing, limited liability partnership. It's a small act, some section 81 sections are there. So we will go to the detail by one based on the chapters. But it is a very simple, since you have already learned the Indian Partnership Act, the basic concept, partnership, how to be a partnership. The same concept is coming here also. Only thing is that once a partnership is registered under the Limited Liability Partnership Act 2008, all the sections and all the applicability of the Indian Partnership Act will not come into picture. It is a separate act, separate statute, which will cover the rights and liabilities of the partners and how to function a limited liability partnership. So entirely two things we have to keep it in mind. Partners character and everything has been decided in the Partnership Act, Indian Partnership Act, from which now the Limited Liability Partnership Act has been evolved. And adding that particular concept of the legal entity, because earlier in Indian Partnership Act we are saying about the partners are jointly and severally liable, whereas here the limited liability partnership is a separate legal entity, as a corporation, common succession, common seal, everything is separate. So it is purely a legal entity which can be function independently, and the partners will not be liable for any activities inside happen, any fraud has been every individual partners, because their liability has been limited. By word used is Limited Liability Partnership Act. So this has been evolved in the year 1/4/2009. 2008 is the year it has been evolved. Effective date is with effect from 1/4/2009. The main agenda behind formulating the limited liability partnership is, it's a simple word, it combines advantages, ease of running a partnership. So a partnership വളരെ easy ആയിട്ട് നമുക്ക് run ചെയ്യാൻ പറ്റും, and it is a separate legal entity status and limited liability aspect of a company. So these are the three important ingredients attached to the limited liability partnership. മൂന്ന് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. റണ്ണിങ് ആസ് എ സെപ്പറേറ്റ് ഒരു പാർട്ണർഷിപ്പ് പോലെ അത് വർക്ക് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും, ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി ആസ്പെക്ട് ഓഫ് ദി കമ്പനി. ഈ മൂന്ന് കണ്ടന്റ് കൂടി ചേർത്തുകൊണ്ടാണ് LLP എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. So we will come to the inside the act.
that is the preliminary act that we have discussed. These are the character of the how it is evolved and what are the things to be covered in limited liability partnership, and when it has been reduced and repealed or amended from time to time up to 2021 also it has been amended. So small corrections or small rectifications which has to be made in the act have been carried out from time to time. Almost it is similar to a Companies Act, but some of the things which they have specifically mentioned here is only applicable to the limited liability partnership. So we can't say that whatever the Companies Act saying all will be applicable here. No, some specific sections and some specific chapters which we are going to discuss now will be applicable to the limited liability partnership. So limited liability partnership, what we have already told, it's a body corporate. Minimum partner should be 2 and maximum maybe unlimited. But minimum item, maximum item, unlimited. There is no limit for maximum number of the partners. That is criteria. At least one of them should be a resident in India. Limited Liability Partnership Act is specific Indian citizen, resident of India. Citizen resident of India. That is a plus point. Resident LLP form a resident of individual form a company can be a partner of the LLP, or an LLP can be a partner of another LLP. So these are the main criteria through which a partner can be formed. Or individual or a company or LLP then LLP partner. Then since this act is a particular and specific for the Limited Liability Partnership Act, there is no application of Indian Partnership Act. The Indian Partnership Act in a section applicable, especially section 29. Last time we have discussed Indian Partnership Act. We discussed the minor can be a partner of it. That's not applicable. An example I refresh Indian Partnership Act sections exclusive at Indian Partnership Act applicable limited liability partnership applicable. And the thing that means Indian Partnership Act in the section or rules or guidelines or applicable limited liability partnership evolve. The same limited liability partnership in the definition hybrid word and business to share the profit. Same concept definition decided to share the profit from their business. And here partners in the rights and liabilities difference role concept mandatory limited liability partnership concept same Indian Partnership Act discuss professional entrepreneur enterprises for a specific purpose scientific or technical purpose enterprises limited liability partnership start. Then the coming to first and foremost thing, this is the concept. The Companies Act to connect Companies Act in the hybrid formula. LLP and the limited liability partnership in the concept register chain authority in the Registrar of Companies. ROC limited liability partnership decided to start a limited liability partnership. Limited liability partnership start automatically ROC registration. That's point. That's formality. Limited liability partnership ROC registration. Again, we are going back to the Companies Act. Companies Act, the most important documents are 2 documents. As far as a company is concerned, the same 2 documents are applicable here also for a LLP. One is Memorandum of Association, the same way which LLP also has to file an application in the same way.
as similar to a MOE, that is MOA, Memorandum of Association. So what is the name of the LLP? Where their registered office is? What is the object? These are the things there in the MOA, that is Memorandum of Association. അത് നമ്മൾ എന്തൊക്കെയാണ് ഒരു കമ്പനിയെ കുറിച്ച് പറയുന്നത്? ഇത്ര പേരാണ്, ഇത്രയാണ് ആൾക്കാർ, ഡയറക്ടേഴ്സ് ഇത്ര, മിനിമം ഇത്ര പേരാണെങ്കിൽ എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റൽ, അതിന്റെ ഒരു പ്രിലിമിനറി, അതായത് അതിന്റെ ബേസിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റിലൂടെയാണ് പാർട്ണർഷിപ്പ് തുടങ്ങുന്നത്. നമ്മൾ പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു എഗ്രിമെന്റ് ഇന്റേണലി വരുന്നുണ്ട്. ബട്ട് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ROCയുടെ ഫ്രണ്ടിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ LLPക്ക് എഫക്റ്റീവ് കിട്ടത്തുള്ളൂ ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അല്ലെങ്കിൽ പെർപച്വൽ സക്സഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കിട്ടത്തുള്ളൂ ആസ് ഇൻ സിമിലർ ടു എ കമ്പനി. ദെൻ കമ്മിങ് ടു ദ പോയിന്റ്, ഒരു പുതിയ കൺസെപ്റ്റ് അതിനകത്ത് ആഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഡയറക്ടേഴ്സ് ആർ ദി മെയിൻ പേഴ്സൺ ബിഹൈൻഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. കമ്പനിക്ക് നേരിട്ട് ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പറ്റില്ല, ദോ ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആക്ടിവിറ്റീസിൽ ആരാണ് ഏർപ്പെടുന്നത്? ഫോർ ആൻഡ് ബിഹാഫ് ഓഫ് ദി കമ്പനി, ഡയറക്ടേഴ്സ് ആർ ഡൂയിങ് ദി എക്സസൈസ്. ദ സെയിം വേ ഹിയർ ഓൾസോ ഇൻ LLP, one person will be act for and behalf of the LLP. That person name is known as designated partner. You might have heard the concept DIN number, Directors Identification Number in Companies Act. The same way here, DPIN, Designated Partner Identification Number. That means he is the person who is acting for and behalf of the LLP. The same way a director is acting for and behalf of the company. So designated partner, if one or more than two persons, one person may be appointed as a designated partner. Once he is, the concept has been evolved as an LLP, one individual should be appointed as the designated partner. If they have failed to do so, that concept, ഒരു LLP ഫെയിൽ വരികയാണ്, അല്ലെങ്കിൽ അവർ കറക്റ്റ് ടൈമിൽ ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആരാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ, നോർമലി അവർക്കൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. ആ ടൈം ലിമിറ്റേഷനകത്ത് അവരത് ചെയ്യണം. ചെയ്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആരൊക്കെയാണോ പാർട്ണേഴ്സ് അത് അവരെല്ലാവരും ഡെസിഗ്നേറ്റഡ് പാർട്ണറായിട്ട് മാറും. അപ്പം ആ ഒരു പോയിന്റ് പറയാനുള്ള കാരണം, ഡെസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു LLPയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഡയറക്ടേഴ്സ് ഹു വിൽ ഡു ദി ആക്ടിവിറ്റീസ് ഫോർ ആൻഡ് ബിഹാഫ് ഓഫ് ദി കമ്പനി. ദ സെയിം വേ ഹിയർ ദ ഡെസിഗ്നേറ്റഡ് പാർട്ണർ വിൽ ആക്ട് ഫോർ ആൻഡ് ബിഹാഫ് ഓഫ് ദി പാർട്ണേഴ്സ്. Suppose now coming to the point, voluntary concept. Suppose minimum concept of two partners are there, and they have started a LLP. Subsequently, one of the partner died, or some insolvent, something has been happened to the one of the partner. Automatically, the remaining partner will continue there only. No, because the minimum concept of LLP has been come to a conclusion, come to an end. And even after that, that particular partner who is the surviving partner of the LLP and continuing the business even after a period of 6 months, then automatically he is personally liable for that particular liability created over the LLP. So he is personally liable. The word used is personally liable within a 6 months. 6 മാസത്തിനുള്ളിൽ ഈ പറയുന്നത് പോലെ മിനിമം കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു LLP, മിനിമം 2 പേരടങ്ങിയ ഒരു LLPയിൽ ഒരാൾ ഐദർ ഡെത്തോ ഇൻസോൾവെന്റോ മുഖേന പോവുകയാണെങ്കിൽ, മറ്റുള്ള പാർട്ണർ മീൻസ് ദ പാർട്ണർ, മിനിമം ആയിട്ടുള്ള 2 പേരിൽ ഒരാൾ പോവുകയും റിമൈനിങ് പാർട്ണർ അതിൽ കണ്ടിന്യൂ ചെയ്തു LLP ക്ലോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 6 മാസം കഴിയുമ്പോൾ that surviving partner will be personally liable for the liabilities of the LLP. This is the concept. So all LLP should be mandatorily registered with the ROC. So ROC ആയിട്ടാണ് ഇതിന്റെ റോൾ എല്ലാം വരുന്നത്. ROCയിൽ വേണം നമ്മളിത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ROCയിലും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ വൈൻഡിങ് അപ്പ് ആയിക്കോട്ടെ, അതിന്റെ അമാൽഗമേഷൻ കൺസെപ്റ്റ് ഒരു ചേഞ്ച് വരുത്തുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഓഫീസ്, സ്റ്റാർട്ടിംഗ് ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ്, നമ്മൾ കമ്പനീസ് ആക്ട് പറയുന്നത് എന്ത് ഒബ്ജക്റ്റ് ക്ലോസിനാണോ, എന്തിനാണോ അത് ഇവോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആ കൺസെപ്റ്റിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ പോലും again we have to go before the ROC and do the necessary things.
Until and otherwise, all these changes will not come to effect on the LLP as a documents, registered documents. Then coming to the next one, incorporation of LLP and matters incidental there. അതായത് ഈ പറയുന്ന പോലെ ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. അതിൽ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. 2 or more person associating, അതാണ് ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്താനാണ്. അത് ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നു ടു ഷെയർ ദി പ്രോഫിറ്റ്. പർപ്പസ് അത് തന്നെയാണ്. പാർട്ണർഷിപ്പിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത്. മിനിമം 2 പേരും, മാക്സിമം ലിമിറ്റേഷൻ ഒന്നുമില്ല. എനി നമ്പർ ക്യാൻ ബി ആഡഡ് ടു എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അപ്പം ഞാൻ വീണ്ടും അത് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണം. ROC will issue a incorporation which is a conclusive evidence for incorporation of an LLP. അപ്പോൾ ROC ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ പറയുന്ന LLP ഇവോൾവ് ആയി അല്ലെങ്കിൽ സ്റ്റാർട്ടായി എന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് ആൻ LLP. LLP ആവണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പോലെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം വിത്ത് ROC. then only it can come into effect. In registered office of LLP can be changed anywhere in India. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ബിക്കോസ് ROC-ലാണ് ഇത് നമ്മൾ കമ്പനിയുടെ ചെയ്യുന്നത്. അതേ സെയിം വേയിൽ തന്നെ ഇവിടെയും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ROC-ൽ അത് ഇൻഫോം ചെയ്യുക, ഇന്റിമേറ്റ് ചെയ്യുക. ചേഞ്ച് ഉണ്ടെങ്കിൽ ഫ്രം ടൈം ടു ടൈം എന്ത് നേച്ചറിൽ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ബേസിക് കൺസെപ്റ്റ്, ബേസിക് ഇൻഫർമേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ LLP-യുടെ കാര്യത്തിൽ ഇറ്റ് ഷുഡ് ബി ഇൻഫോം ടു ദി ROC ആൻഡ് ഡ്യൂലി റെക്ടിഫൈഡ് in the records of the ROC so that it will come into effect as far as the LLP is concerned. Next is partners and their relations. ഇത് പ്രിലിമിനറി ആയിട്ട് പറഞ്ഞു. എങ്ങനെയായിരിക്കണം ഇൻകോർപ്പറേഷൻ, എങ്ങനെയായിരിക്കണം അവരുടെ മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പാർട്ണേഴ്സ് ആൻഡ് ദെയർ ഇന്റർണൽ റിലേഷൻഷിപ്പ്. നൗ കമ്മിങ് ടു ഇന്റേണൽ അറേഞ്ച്മെന്റ്. നമ്മൾ കമ്പനിയുടെ കാര്യത്തിൽ ഇന്റേണൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം കമ്പനി വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്പനി ഒരു ഫംഗ്ഷൻ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദി അറേഞ്ച്മെന്റ് മെയ്ഡ് ബിറ്റ്വീൻ ദി ഡയറക്ടേഴ്സ് ഇന്റേണലി. സോ ദീസ് ആർ specifically mentioned in the articles of association. So AOA. Same way here, they are agreement. Partnership agreement. LLP agreement. But നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന വേർഡാണ് LLP agreement. Similar to a articles of association of a company. എങ്ങനെയായിരിക്കണം പാർട്ട്നേഴ്സ്, എത്രയാണ് അവരുടെ ലയബിലിറ്റി, എത്രയാണ് അതിന്റെ ക്യാപിറ്റൽ, ഓരോ പാർട്ണറുടെയും ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ, വാട്ട് ആർ ദി റോൾസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദി each individual partners, and this is their liability to that extent. How it should be functioned, what are the intent to which this partnership will LLP will function. These are the things to be specifically mentioned in the LLP agreement, similar to a articles of association. ഈ പറയുന്നത് പോലെ mutual agreements, mutual rights and duties will be determined by the LLP agreement. A partner may resign from the LLP. അത് എങ്ങനെ എപ്പോഴാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഏത് രീതിയിലായിരിക്കും ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഇതെല്ലാം LLP-യുടെ കാര്യത്തിൽ പറയുന്നു. അപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പിൽ പല പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, ഇങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ണർഷിപ്പ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞു. പക്ഷേ LLP-യുടെ കാര്യം വരുമ്പോൾ there is no question of that concept. We are going to register the particular or any type of LLP with ROC, and likewise company is winding up the same way it will winding up. Voluntary is there, and act of any authority or a court, a company can be wind up the same way LLP can be wind up. So there is no differentiation between different type of LLP. LLP can be voluntary winding up by cease to a member. Minimum രണ്ട് പേരിൽ ഒരാൾ ഒരു പാർട്ണർ സീസ് ഡ്യൂ ടു ദി ഡെത്ത് അല്ലെങ്കിൽ ഡിക്ലെയർ ആസ് എ അൺസൗണ്ട് മൈൻഡ്, അഡ്ജഡ്ജ് ആസ് എ ഇൻസോൾവെന്റ്. ഈ കാറ്റഗറിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വോളണ്ടറി ആയിട്ട് ആ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് കം ടു ആൻ എക്സിസ്റ്റൻസ് ആവും, കം ടു സീസ് ആവും. പക്ഷേ അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് സീസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവുമെന്നല്ല. ഈ ഹാസ് ദ കണ്ടിന്യൂയിങ് ദി സർവൈവിംഗ് പാർട്ണർ ഷുഡ് inform ROC that this particular partner minimum number has been come to below 2, so it is not
going to continue as a limited liability, so we are going to close. And what are the winding up procedures that to be completed by the surviving partner within a period of 6 months. If he is failed to do so, automatically he will be personally liable for all the assets and liabilities of it. Means normally liabilities will be in the head of the surviving partners. Next is extent and limitation of the liability of LLP and the partners. This particular area is covered in section 26 to section 31 of the LLP, where it is mentioned that every partner of an LLP is an agent of that LLP, but not other partners. So, അവിടെ പറയുന്നത് കൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. നമ്മൾ കമ്പനീസ് ആക്ട് പറയുന്ന അതേ വേർഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡയറക്ടേഴ്സ് ആണ് ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് ഡ്യൂലി ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും. സോ ദേ ആർ ദി ഏജന്റ് ഓഫ് ദി കമ്പനി. ദ സെയിം വേ ഹിയർ എവരി പാർട്ണർ ഓഫ് എൻ LLP ഈസ് എൻ ഏജന്റ് ഓഫ് ദാറ്റ് LLP ആൻഡ് നോട്ട് ഓഫ് ദി അതർ പാർട്ണർ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഡയറക്ടറുടെ ഏജന്റ് ആയിട്ട് വേറൊരു ഡയറക്ടർ പ്രവർത്തിക്കാൻ പറ്റില്ല. അതേപോലെ ഒരു പാർട്ണറുടെ ബിഹാഫിൽ വേറൊരു പാർട്ണറിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ദേ ആർ ആക്ടിങ് ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി LLP ഓൺലി. സോ അവരുടെ നാച്ചുറലി ആ ആക്ട് ഫോർ ആൻഡ് ബിഹാഫ് ഓഫ് ദി LLP ആയതുകൊണ്ട് അവരുടെ ആക്ടിന് ആർക്ക് ബൈൻഡ് ആയിരിക്കും? LLPക്ക് ബൈൻഡ് ആയിരിക്കും. Then one concept we have already discussed in the Indian Partnership Act, holding out. Partnership on holding out. So somebody is representing is a partner, but and the person who heard this and acting in good behalf with the good faith with the LLP, with the belief that he is the partner of the first person is the partner of the so and so LLP, and doing some business or doing some contract with that particular LLP. Then for this second person, the first person is a holding out person, because he is believing that in good faith that the first person who is representing himself as the partner of the so and so LLP, and the second person is doing certain things and certain activities with that particular LLP based on the holding out. So this is a purely holding out means a belief or a representation for on behalf of the LLP. No partner is personally liable to liabilities of LLP except in case of fraud. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ 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 ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലുകളിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഒരു കോൺട്രാക്ട് നടന്നു ഒരു പാർട്ണർഷിപ്പിന്റെ കാര്യത്തിൽ, ഞാൻ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഫ്രോഡ് നടന്നാൽ ബിറ്റ്വീൻ ദം അവർക്ക് അങ്ങോട്ട് സ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ ഒരു പാർട്ണറും ലയബിൾ ആവുന്നില്ല. അപ്പം ആ പാർട്ണറാണ് എക്സ്ക്ലൂസീവായിട്ട് ലയബിൾ ആവുക, എക്സെപ്റ്റ് പക്ഷേ ഓൾ അതർ ആക്ടിവിറ്റീസ് ഈ പറയുന്നത് പോലെ LLPയുടെ ബിഹാഫിൽ എൻട്രി ചെയ്തിട്ടുള്ള ഏതൊരു ഏജന്റും ചെയ്തിട്ടുള്ള ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിന് പേഴ്സണലി ലയബിൾ ആയിരിക്കും, അതർ ദാൻ ദി ഫ്രോഡ്. സോ റെസ്ട്രിക്ഷൻ ഹാസ് കം ഇൻ ടു പിക്ചർ ആസ് ഫാർ ആസ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഈസ് കൺസേൺഡ്. സോ പാർട്ണേഴ്സ് ഈസ് സംവാട്ട് സേവ് ഇൻ ദിസ് ഹിയർ. സംവാട്ട് സേവിന് ഈ പറയുന്ന പോലെ അവർ വളരെ സേഫ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുമ്പോഴത്തേക്ക് ദെൻ നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് വിസിൽ ബ്ലോവർ. സപ്പോസ് ഒരു പാർട്ണർഷിപ്പ് ലിമിറ്റഡ് LLP ഒരു തെറ്റായ രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എഗെയിൻസ്റ്റ് ദി പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ അത് ROCയെ ഇൻഫോം ചെയ്യുകയാണ്, അതോറിറ്റിയെ ഇൻഫോം ചെയ്യുകയാണ്. എനി ഓഫ് ദി പാർട്ണർ ഓർ എനി ഓഫ് ദി എംപ്ലോയി ഓഫ് എനി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ദെൻ ദി അതോറിറ്റി വിൽ പ്രൊട്ടക്ട് ദാറ്റ് ഇൻഡിവിജ്വൽ. ഈ ഇൻഫോം ചെയ്യുന്ന ആളെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ടിന്റെ ബേസിസിൽ വരുന്നതും ആണെങ്കിൽ ആക്ടിവിറ്റീസ് അയാൾ ഇന്റിമേറ്റ് ചെയ്ത ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കമ്മിങ് അണ്ടർ ദി സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്, definitely he is going to be protected by the authority. And ഈ പറയുന്നത് പോലെ ഈ കണ്ടുപിടിച്ച ആളുടെ കയ്യിൽ നിന്നും കൂടുതൽ പർട്ടിക്കുലർ പാർട്ണർ ഓർ പർട്ടിക്കുലർ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എനി ടൈപ്പ് ഓഫ് പെനാൾട്ടി can't be recovered by the authority other than the other partners who have done this illegal activity by collusion inside the limited liability partnership. So this is another concept.
അപ്പോൾ അവിടെ ഒരു വിസിൽ ബോർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവർ പ്രൊട്ടക്ഷൻ കൊടുക്കും. നെക്സ്റ്റ് ഈസ് കോൺട്രിബ്യൂഷൻ. എങ്ങനെയായിരിക്കണം ക്യാപിറ്റൽ ഷെയർ ചെയ്യേണ്ടത്, ഓരോ ഇൻഡിവിജ്വലിനും ഷെയർ ചെയ്യേണ്ട കാര്യവും പറയുന്നു. ഇവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. അവരുടെ ലയബിലിറ്റി ആ എക്സ്റ്റെൻറ്റ് ഒരു പർട്ടിക്കുലർ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. അവരുടെ അസറ്റ്സ് അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അത് ഏത് തരത്തിലാവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, മൂവബിൾ ആവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓർ അതർ ബെനിഫിറ്റ്സ് ടു ദ LLP, എന്തൊക്കെയാണെങ്കിലും അതെല്ലാം അവരുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ണേഴ്സ് ഓഫ് ദി LLP. അവരുടെ എന്തെങ്കിലും കോൺട്രാക്റ്റിലൂടെ അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിലും അതും അവരുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്, ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ണേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പം ആ കോൺട്രിബ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അസറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ലയബിലിറ്റിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ടു ദാറ്റ് എക്സ്റ്റെന്റ് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ലൈൻ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് പാർട്ണർ ഓഫ് ദി LLP. നെക്സ്റ്റ് ഈസ് കമ്മിങ് ടു ദി പോയിന്റ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇതെല്ലാം നമ്മൾ കമ്പനി ആക്ടിന്റെ ഹൈബ്രിഡ് വേർഷൻ ആണ് LLP എന്ന് പറഞ്ഞതുകൊണ്ട് ഓൾമോസ്റ്റ് 2013 എല്ലാ ഓൾ covered under the Indian Companies Act by amendment in 2013. 1956 Companies Act ഉണ്ടായിരുന്ന എറേഴ്സ് എല്ലാം കമ്പനീസ് ആക്ട് 2013 ടു എ പർട്ടിക്കുലർ എക്സ്റ്റെന്റ് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ടും ആ പറയുന്നത് പോലെ അമെൻമെന്റിലൂടെ ഈ ആക്ടിന്റെ റിപ്പീൽ ചെയ്ത് 2013 കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എവിടെയൊക്കെയാണോ ഷോർട്ട് ഫാൾ ഉള്ളത് അല്ലെങ്കിൽ ലാക്കുണാസ് ഉള്ളത് അവിടെയൊക്കെ അത് റെക്ടിഫൈ ചെയ്ത് വന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ആ പറയുന്ന ഏരിയ ഈ നമ്മളിപ്പം പറഞ്ഞ ടോപ്പിക് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് റെക്കോർഡ്സ് അതെല്ലാം നിങ്ങൾ കമ്പനീസ് ആക്ട് 2013 കവർ ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് LLPയുടെ കാര്യത്തിലും വരും. അപ്പോൾ അവർക്ക് അറ്റ് എനി മൊമെന്റ് ഓഫ് ടൈം റെക്കോർഡ്സ് മെയിൻ്റനൻസ് നോക്കാനുള്ള അധികാരമുണ്ട്. ഒരു വർഷത്തിൽ 6 മാസത്തിനും ഉള്ളിലായിട്ട് എവറി ഇയർ വിത്തിൻ 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, ഈ 6 മാസം കഴിഞ്ഞ് അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വിത്തിൻ 6 monthsനകത്ത് they have to file statement of account and solvency to the ROC. Audited ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയുടെ കാര്യത്തിൽ പറയുന്ന പോലെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നു. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഫൈൽഡ് വിത്ത് ദി ROC. അപ്പം ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു വർഷത്തിൽ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വിത്തിൻ 6 monthsനുള്ളിൽ it is the obligation towards the partners of an LLP to file their audited statement with the ROC. Then ഈ പറയുന്ന പോലെ every LLP is required to file നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ 60 days ഫ്രം ദ ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആണ് ആദ്യത്തെ പോയിന്റ്. ദാറ്റ് ഈസ് വിത്തിൻ 6 monthsനകത്ത് അവരത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോൾവൻസി ഇത് കൺഫർമേഷൻ കൊടുക്കണം. എവറി അക്കൗണ്ട് ഷുഡ് ബി ഓഡിറ്റഡ്. ഫൈനലി ദ ബാലൻസ് ഷീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ നമ്മൾ ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ ഹിയർ ഓൾസോ വി ഹാവ് ടു ഫയൽ ആൻ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് വിത്തിൻ 60 days of the close of the from the close of the financial year. Then the point coming is ROC can call for and obtain information from any LLP. So naturally ROC ആണ് അതിന്റെ അതോറിറ്റി, രജിസ്ട്രേഷൻ അതോറിറ്റി ഉള്ളതുപോലെ തന്നെ ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് നോക്കുന്നതും LLPയുടെ കാര്യത്തിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുന്നതും അറ്റ് എനി മൊമെന്റ് ഓഫ് ടൈം ഇഫ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനി ഓഫ് ദി ആപ്ലിക്കേഷൻ ഫയൽഡ് വിത്ത് റിലേറ്റിംഗ് ടു ദി LLP should verify by the ROC if required. So these are the things related to the maintenance of books of accounts, other records and audit purpose. So the company chartered accountant ഉണ്ടാവും, കമ്പനീസ് ആക്ടിൽ നമ്മൾ audited balance sheet ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ certified by the auditor, it should be filed within a period of 60 days from the date of from the close of the last means from the close of financial year. Next is assignment and transfer of the partnership rights. അതൊരു പുതിയ കൺസെപ്റ്റാണ്. അതായത് വെദർ ഇപ്പം ഒരു പർട്ടിക്കുലർ പാർട്ണറിന് തന്റെ റൈറ്റ് അസൈൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺസെപ്റ്റ് അണ്ടർ LLP. അസൈൻ ചെയ്ത് കൊടുക്കാം. റൈറ്റ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ്
in partnership firm can be assigned, but assignee does not become the partner on such assignment. അതാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ഇത്. അതായത് ഒരു പാർട്ണർ അയാളുടെ റൈറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻ എൻ LLP ക്യാൻ അസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതുകൊണ്ട് അയാൾ ആ പറയുന്ന LLPയുടെ പാർട്ണർ ആവുന്നില്ല. അതോടൊപ്പം തന്നെ ഡസ് നോട്ട് ഗെറ്റ് എനി റൈറ്റ് ടു ഇൻസ്പെക്ട് ദി അക്കൗണ്ട്സ് ഓഫ് ദി LLPയുടെ അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സാധാരണ പാർട്ണറിനെ പോലെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകുന്നതല്ല. പക്ഷേ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള റൈറ്റ്സ്, ലോസ് ആൻഡ് പ്രോഫിറ്റ് ക്യാൻ ബി അസൈൻ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു പാർട്ണറിന് LLPയിലുള്ള ഒരു പാർട്ണറിന് തൻ്റെ റൈറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒരു തേർഡ് പാർട്ടിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ ആ അസൈൻമെന്റിലൂടെ അയാൾക്ക് ഇത് റെക്കോർഡിലാവേണ്ട ഒരു കാര്യമാണ്. അത് റെക്കോർഡിലായാൽ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അത് എഫക്റ്റീവ് ആയതോടുകൂടി അയാൾക്ക് നോട്ട് സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദി പാർട്ണർ. അയാള് പാർട്ണറുടെ പൊസിഷനിലേക്ക് ഒരിക്കലും വരില്ല. He is always be treated as a third party and he has no right to inspect any of the accounts of the LLP. Next coming investigation affairs of the LLP. അത് ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതിപ്പോൾ തേർഡ് പാർട്ടി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാ, ഒരു പുറത്ത് ഔട്ട്സൈഡർ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ വിസിൽ ബോളർ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി ഓർ പാർട്ണർ ഇൻഫോം ചെയ്യുകയാണ്, ROC അല്ലെങ്കിൽ അതോറിറ്റി ഇൻഫോം ചെയ്യുകയാണ് ഈ ഇതിനകത്ത് ഫ്രോഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ദ പർപ്പസ് ഫോർ വിച്ച് ദിസ് LLP ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഈസ് നോട്ട് ഡ്യൂലി കംപ്ലൈയിങ്, സോ ദർ ഈസ് സംതിങ് ഗോയിങ് റോങ് എന്നുള്ള ഒരു ഇൻറ്റിമേഷൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ROCയുടെ ബിഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ഉണ്ടാവും. അവരത് കമ്പനീസ് ആക്ട് പറയുന്ന അതേ രീതിയിൽ തന്നെ, അതേ ഫോർമാലിറ്റിയിൽ തന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതിൻ്റെ അഫെയർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അത് നോർമൽ കോഴ്സിൽ വർക്ക് ചെയ്യേണ്ട രീതിയിലാണോ LLP വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യും. അത് കൺഫേം ചെയ്ത് എന്തെങ്കിലും ലാക്കുണാസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ they have to go under the penalty. അത് പറഞ്ഞതുപോലെ 50,000 മുതൽ 5 ലക്ഷം വരെ ആവാം, 50,000 to 5 lakhs വരെ ആവാം എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് വരെയാണ്. Then coming the next topic, conversion to LLP. LLP കൺവേർട്ട് ചെയ്ത് വരാം. നമ്മൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു പാർട്ണർഷിപ്പ് ഒരു കമ്പനിയായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ഇവിടെയും പറ്റും എന്നാണ് പറയുന്നത്. ഒരു പാർട്ണർഷിപ്പ് രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ക്യാൻ കൺവേർട്ട് ഇൻ ടു എ LLP ആയിട്ട് മാറാൻ കഴിയും. അത് അതിനുള്ള പ്രൊസീജിയർ അത് ഷെഡ്യൂൾ 2 ഓഫ് ദി ആക്ടിൽ പറയുന്നുണ്ട്. ആ ഷെഡ്യൂൾ 2 ഓഫ് ദി ആക്ട് എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലേക്ക് വരും. വീണ്ടും നോർമൽ കോഴ്സിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഇവോൾവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അപ്ലിക്കബിൾ ആയിരിക്കും ഒരു കൺവേർഷന്റെ കാര്യത്തിൽ. ഓൺലി തിങ് ഈസ് ദാറ്റ് ഇയർ പാർട്ണർഷിപ്പ് മാറി അതൊരു LLP ആയി മാറും. ലൈക്ക് വൈസ് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്കും എന്തായിട്ട് മാറാം, ഒരു LLP ആയിട്ട് മാറാം. ഒരു പബ്ലിക് അൺലിസ്റ്റഡ് കമ്പനിക്കും എന്തായിട്ട് മാറാം, ഒരു LLP ആയിട്ട് മാറാം. ഞാൻ ഈ 3 കാറ്റഗറിയിലും കൺവേർഷൻ അപ്ലിക്കബിൾ ആണ്. ബട്ട് സബ്ജക്ട് ടു അഗെയിൻ എങ്ങനെ ആയിരിക്കണം LLP എന്ന് പറയുന്ന ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൺവേർഷൻ അപ്ലിക്കബിൾ ആകത്തുള്ളൂ. അത് ഷെഡ്യൂൾ 2 ഓഫ് ദി ആക്ടിൽ പറയുന്നുണ്ട്. അതുപോലെ ആയിരിക്കും അത് പറയുന്നത്. അതേപോലെ തന്നെ ഫോറിൻ LLP എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇനി ഇത് റെസിഡന്റ്, അപ്പോൾ റെസിഡന്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഫോറിനുള്ളതും ഇവിടെ പറ്റും, ഇവിടെ അപ്ലിക്കബിൾ ആണ് എന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോംപ്രമൈസ്, അറേഞ്ച്മെന്റ് ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി LLP. ഒരു കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ നോർമലി ഞാൻ കമ്പനിയുടെ കൺസെപ്റ്റിൽ പോവാം, സോ ദാറ്റ് കമ്പനിയുടെ എല്ലാ പ്രൊസീജിയറും അല്ലെങ്കിൽ സെക്ഷൻസും ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കമ്പനിയും കമ്പനിയുടെ ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള ഒരു കോംപ്രമൈസ് അറേഞ്ച്മെന്റ്. ഇഫ് എ കമ്പനി ഹാസ് ടേക്കൺ എ ലോൺ ഫ്രം എനി ബാങ്ക്, ആ ബാങ്കുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറേഞ്ച്മെന്റ് അവർ കൺക്ലൂസീവായിട്ട് നിർത്തുകയാണെങ്കിൽ
it will be applicable to the company as well as inside the directors. Directors ആയിരിക്കും for and behalf of the company enter into the secured means creditors ആയിട്ട് arrangement നടത്തുന്നത്. ആ arrangement ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനിയുടെ company legal entity ആയതുകൊണ്ട് applicable ആവും. സെയിം വേ ഹിയർ ഓൾസോ LLPയുടെ കാര്യത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു arrangement with compromise with the third party creditors, അവരുടെ ക്രെഡിറ്റേഴ്സുമായിട്ട് കോംപ്രമൈസിലെത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ആ കോംപ്രമൈസ് അറേഞ്ച്മെന്റ് എത്തും. ആ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ അവർ വർക്ക് ചെയ്യേണ്ടി വരും. സെയിം വേ അറേഞ്ച്മെന്റ്. നെക്സ്റ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. വാട്ട് ഈസ് ആൻ അറേഞ്ച്മെന്റ്? അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസൈഡ് LLP if there is a change in arrangement, ഇപ്പം ഒരു പാർട്ണറിന്റെ കാര്യത്തിൽ അതിന്റെ ഷെയർ ക്യാപിറ്റലിലോ അതിന്റെ അവരുടെ ലയബിലിറ്റിയുടെ കാര്യത്തിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ തീരുമാനിക്കുകയാണ്, എങ്ങനെയായിരിക്കണം ഇനി തൊട്ട് ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് ചെയ്യേണ്ടത് എന്ന് ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ LLP എഗ്രിമെന്റിൽ നമ്മൾ തൊട്ട് മുമ്പ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി ഡയറക്ട് കമ്പനിയുടെ വേർഡ് യൂസ് ചെയ്തത് LLP എഗ്രിമെന്റിന് ഈക്വലന്റ് ആയിട്ടാണ്. അപ്പൊ LLP എഗ്രിമെന്റിനകത്ത് ഉള്ള എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്തെങ്കിലും ഒരു ടേംസ് ഓർ കണ്ടീഷൻ is going to be changed or make a new arrangement, then that can also be done as far as the LLP is concerned. Next is the reconstruction of the LLP. അതിൽ ചേഞ്ച് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ രീതിയിൽ ആഡിങ്ങോ ഡിലീഷനോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, any of the partner has been re-added or newly incorporated, അതും LLPയെ സംബന്ധിച്ച് പറ്റുന്ന കാര്യങ്ങളാണ്. So this is the compromise, arrangement or reconstruction of an LLP. Next topic is winding up and a dissolution. Winding up and dissolution, initially at the start of the section we have categorically told about voluntary winding up. So voluntary, if a partner is has become insolvent by his death, the minimum requirement of 2 is reduced to 1. So automatically winding up will come into effect. So final authority is ROC. We have to register with the ROC to winding up procedure, the same way what we are doing for the company. Likewise, when we are discussing about other things, some dispute or something has been evolved in a LLP or a company, the company internally will go before the authority. So who is the authority and who will decide and who is having the discretionary power to take a final call of the winding up proceeding? Some third party has filed a case against for winding up or insolvency against a company. Normally insolvency proceeding against a company under IBC Act, we are going before the NCLT. Earlier it is before the High Court. So at the time of 2008 Act, it is involved. There is a concept of High Court only. Now, after the establishment of the IBC concept and the Companies Act 2013, the High Court has been substituted by NCLT and NCLAT. So here also, regarding winding up insolvency of LLP, we required to file before the NCLT. If we are not satisfied with the decision of the NCLT, we can go before the NCLT. So clearly, earlier High Court's jurisdiction has been repealed in favor of the NCLT, and a new tribunal has been, National Committee Law Tribunal has been evolved, and accordingly, they are the authority to decide wherever the winding up other than voluntary has to decide, and insolvency also. Then the last and foremost is the miscellaneous aspect. Miscellaneous is how to be that all other things, small things are there. It is simple, so there is no confusion or nothing is there. Simply they are discussing what are the subsequent things which will cover the LLP. I will tell some of these things in miscellaneous aspects. Offenses related to limited liability partnership. Likewise, establishment of special court, what we have told now. Electronic filing of the documents, how to be done.
Then power of registrar to strike, defund the liability partnership of registrar. വർക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാതെ ഉള്ള ലിമിറ്റഡ് ലൈബിലിറ്റി അയാൾക്ക് പവർ ഉണ്ട്. അത് ഫോർമാലിറ്റീസ് ഒന്നും കംപ്ലൈ ചെയ്യുന്നില്ല. വൺസ് സിംപ്ലി രജിസ്റ്റർ ആൻഡ് നത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ എ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്, then the ROC is having the every right to strike, defund the liability of the defund LLP. So then general penalties എന്താണ്? What are the general penalties? Jurisdiction aspect of the court. Jurisdiction high കോടതി ആയിരുന്നു. Now it is being converted to NCLT. Adjudication of the penalty, the same way the Companies Act, നമ്മൾ Companies Act നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന അതേ പ്രൊവിഷൻ തന്നെയാണ് ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലും റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുന്നു, ഇവിടെ പാർട്ണേഴ്സിന്റെ കാര്യം പറയുന്നു. നെക്സ്റ്റ് ഈസ് these are the schedule, and first and second schedule is there, where it is regarding matters regarding mutual rights and duties of the partners and limited liability partners and its partners applicable in the absence of any agreement of such matters. Specific ആയിട്ട് എഗ്രിമെന്റ് ഇല്ല എങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എങ്ങനെ ഡിസൈഡ് ചെയ്യും? അത് അവരുടെ ഇംപ്ലൈഡ് ആയിട്ടാണ്, ഓർഡിനറി പ്രോപ്പർ കണ്ടക്ട് ആണ്. അപ്പം അവരുടെ ആക്ട് പോലെ ഇരിക്കും. ഓരോ പർട്ടിക്കുലർ കേസിലും ഓരോ രീതിയിലാണ്. സ്പെസിഫിക് ആയിട്ട് LP എഗ്രിമെന്റിൽ പറയാത്ത കാര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ, wherever agreement is silent on any particular area based on their act of each individual partner for the benefit of the LLP ആണെങ്കിൽ they will be conformed for and behalf of the LLP. Then the second schedule നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, കൺവേർഷൻ ഓഫ് ദി ഫേം, പാർട്ണർഷിപ്പ് ഫോം അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് ടു എൻ എക്സ്റ്റെന്റ്. അത് പറഞ്ഞതുപോലെ അവർക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, പബ്ലിക് അൺലിസ്റ്റഡ് കമ്പനിക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ആസ് എൻ LLP, അതാണ് അതിൻ്റെ പ്രൊവിഷൻസ് ആണ് ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. സോ ദിസ് ഈസ് ദി ടോപ്പിക് റിലേറ്റഡ് ടു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്. എനിവൺ ഹാസ് എനി ഡൗട്ട് you can ask. Hope everybody has got a... ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുന്നതാണ്. വളരെ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ട്. ഇനി നിങ്ങൾ ആ ബെയർ ആക്ട് എടുത്ത് ഒഴിച്ചൊന്ന് വായിക്കുമ്പോഴത്തേക്ക് ഒരു എൻ്റയർ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ പറയുന്ന ഏരിയാസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് കുറേ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. ഇനി അത് നിങ്ങളുടെ ആക്ടിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. Anybody any doubt? Sir, maximum number of partners എത്രയാണ് സർ LLP-യിൽ? LLP-യിൽ ഇല്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. മിനിമം 2 പേരും, മാക്സിമം അൺലിമിറ്റഡ് ആണ്. എനി നമ്പർ ഓഫ് പേഴ്സൺസ് ക്യാൻ ബി. അതിൽ ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, എ റെസിഡന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഷുഡ് ബി എ പാർട്ണർ. ഓക്കെ സർ, താങ്ക് യു. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്, അതാണ്. സോറി സർ. No issue, madam. No issue. Anybody any doubt? നമുക്ക് നല്ല വൈൻഡപ്പ് ചെയ്യാം. LLP വൈൻഡപ്പ് ആവുന്നത് പോലെ നമുക്ക് വൈൻഡപ്പ് ആക്കാം. ഇന്നത്തെ ക്ലാസിന്റെ സമയം ഏകദേശം ഇതായി. ഇന്നത്തെ ഞായറാഴ്ചയായിട്ട് ഞാൻ അധികം സമയം എടുത്തില്ലാന്ന് തോന്നുന്നു. എവരി ഏരിയ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ വിത്ത് the madam who is arranging this particular session, and through mail she can forward to me. I will confirm to you, no issue. And you can note down my number also, 9400396882. Any doubt regarding the Indian Partnership Act and Limited Liability Partnership, we can discuss personally also, no issue. But the time is my constraint is on a working day I can't discuss. Sunday and second and fourth Saturday we can discuss at any moment of time. എന്നെ വിളിച്ചാൽ കിട്ടിയില്ല എങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. ആരാണെങ്കിലും തിരിച്ചു വിളിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും, നോ ഇഷ്യൂ.
hope everybody has got the some idea, some information about the limited liability partnership. നമുക്കത് ക്ലോസ് ചെയ്യാലോ അല്ലേ? Yes, sir. Yes, I think it's clear for all. So, thank you, sir, for such an informative session, and thank you all for the kind cooperation. Thank you all. Thank you very much. Thanks a lot.